നാട്ടിൽ നല്ലൊരു ജോബ് ഒഴിവാക്കി ഞാൻ എൻ്റെ പാർട്ട്ണറുടെ കൂടെ യുഎയിലോട്ട് ഷിഫ്റ്റ് ആയൊരു വീഡിയോ ഇട്ട സമയത്ത് വന്ന കമൻസ് ആണ്. "താനിപ്പോൾ ചെയ്യുന്ന മണ്ടത്തരാണ്. കരിയറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്" എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് പലർക്കും മനസ്സിലായിട്ടുള്ള തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമായിരിക്കും കല്യാണശേഷം ഞാൻ ജോബ് നിർത്തിയെന്നുള്ളത്. അങ്ങനെയൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. എല്ലാരെ പോലെ തന്നെ കരിയർ തന്നെയാണ് എനിക്കും ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഞാൻ എൻ്റെ ഫാമിലി ലൈഫും കൂടെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഷിഫ്റ്റ് ആവാൻ എളുപ്പം എനിക്കായതുകൊണ്ട് ഞാനായി എന്ന് മാത്രം. അതിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കഴിവുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിലും യുഎഇ ന്നാണെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് അതുപോലെ നടന്നേക്കാണ്. 1.5 മാസത്തിന് ശേഷം ഞാൻ യുഎഇന്ന് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് നാട്ടിൽ ചെയ്തേക്കുന്ന അഡ്വർടൈസ്മെൻറ്റും പ്രൊമോഷൻസൊക്കെ ഞാൻ ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഏം, അതുപോലെ തന്നെ നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന ആ ഒരു 1.5 മാസം നാട്ടിലത്തെ കുറച്ച് വർക്കും ഞാൻ ഇവിടുന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നാട്ടിലെ ഫുള്ള് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് വർക്കൊക്കെ എനിക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോബ് ചെയ്യുകയില്ല എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് വർക്ക് 1.5 മാസത്തിന് ശേഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ജാപ്പീസ്. അപ്പോൾ ഇതിൻ്റെ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, കഴിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്താൽ മതി എന്നാണ്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഞാൻ എന്തൊക്കെ സംഭവങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. എനിക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസും ഓഫേഴ്സുമാണ് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഹെയർ കെയർ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ ഗെയിംസ്, ബെറ്റിംഗ് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്നത്? അതായത് നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷമാക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നോർമലി നാട്ടിലാവുമ്പോൾ ജംഷിയാണ് എൻ്റെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാനും എൻ്റെ പാർട്ട്ണറും മാത്രം ആയതുകൊണ്ട് എൻ്റെ വീഡിയോഗ്രാഫർ എൻ്റെ പാർട്ട്ണർ തന്നെയാണ്. ആൾക്ക് ഇത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും എനിക്ക് വേറെ ആരും ഇവിടെ എടുത്തുതരാനില്ലാത്തതുകൊണ്ടും ആൾ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രോഡക്റ്റൊക്കെ കഴിച്ചു, ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളവിടെ ലൈവായിട്ട് പോയിട്ട് ചെയ്യാണ് ചെയ്തത്. വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ കൺട്രി മാറി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് റീച്ചിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എല്ലാ സപ്പോർട്ടും നമ്മുടെ ഫോളോവേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഇതറിയിക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോഴും ഇതുതന്നെയാണ് പറയുന്നത്, നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് സോഷ്യൽ മീഡിയ ത്രൂ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ബിസിനസ് ചെയ്യുന്ന കാലങ്ങളാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുക.